മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. എറണാകുളം ചേന്നമംഗലത്ത് കൂട്ടക്കൊല. ഒരു വീട്ടിലെ 3 പേരെ വീട്ടിൽ കയറി അടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് വേണു, ഭാര്യ ഉഷ, മരുമകൾ വിനീഷ എന്നിവർ. ഗുരുതര പരിക്കേറ്റ വേണുവിന്റെ മകൻ ജിതിൻ ചികിത്സയിൽ, അയൽവാസി ഋതുപിടിയിൽ. ആക്രമണം അയൽക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നെന്ന് പോലീസ്. വീടിന്റെ അകത്ത് ഇത് ഇവിടെ കിടക്കണത് അതെ. ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നൊക്കെയാണ് തല്ലാൻ. പ്രതി ലഹരിക്കടിമയെന്ന് സൂചന. തൃശൂർ പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മരിച്ചത് ചെറുതുരുത്തി സ്വദേശികളായ കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്ത് എന്നിവർ. അപകടം വെള്ളത്തിൽ വീണ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കവേ. വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ പ്രകോപന നീക്കവുമായി ഇസ്രയേൽ സേന. 24 മണിക്കൂറിനിടെ ഗാസ സിറ്റിയിൽ വ്യോമാക്രമണത്തിൽ 81 മരണം, 190-ലേറെ പേർക്ക് പരിക്ക്. വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാനുള്ള ക്യാബിനറ്റ് യോഗം വൈകിപ്പിച്ച് ഇസ്രായേൽ. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസിൽ ഫെബ്രുവരി 2-ന് കോടതി വീണ്ടും വാദം കേൾക്കും. ഇത് സംബന്ധിച്ച സന്ദേശം അഭിഭാഷകർക്ക് ലഭിച്ചു. വളർത്തുമൃഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയ അബുദാബി. ഫെബ്രുവരി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമെന്ന അബുദാബി നഗരസഭ. നടപടി വളർത്തുമൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന്. ഗൂഗിളിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സേവനമായ ഗൂഗിൾ പേ സൗദിയിലും വരുന്നു. ഇതിനുള്ള കരാറിൽ സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ഒപ്പുവച്ചു. സേവനം ലഭ്യമാക്കുക ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴി. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ ശ്മശാനം കടവിൽ ഒരു കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചെറുതുരുത്തി സ്വദേശി ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകളായ 10 വയസ്സുള്ള സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ 12 വയസ്സുള്ള ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് ഭാരതപ്പുഴയിൽ സന്ദർശനത്തിനായി എത്തിയതായിരുന്നു ഇവർ. പുഴയിൽ ചുഴിയുണ്ടായിരുന്നതും 4 പേർക്കും നീന്തൽ അറിയാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രദേശവാസികളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകളായ 10 വയസ്സുള്ള സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ 12 വയസ്സുള്ള സനു എന്ന ഫുവാത്ത് എന്നിവരാണ് മരണപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഷാഹിനയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ രാത്രി 8 മണിയോടെ ബാക്കിയുള്ള മൃതദേഹങ്ങളും കണ്ടെത്തി. നിലവിൽ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. വേണു, വിനീഷ, ഉഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 4-അംഗ കുടുംബമാണ് ആക്രമണത്തിനിരയായത്. അക്രമത്തിൽ പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഋതു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് സൂചന. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്ന് വൈകിട്ടാണ് നാടിനെ നടുക്കിയ അരുംകൊല നടന്നത്. അതെ, പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനെ വന്ന് തല്ലേണ്. എന്താണ് പൂച്ച ഇവിടെ കിടക്കണം, എന്റെ വീട്ടിൽ കിടക്കണ പൂച്ചേട്ടാ. ചേട്ടൻ ഇപ്പൊ ഇവിടെ ഒന്ന് തല്ലുണ്ടാക്കണേ. വീടിന്റെ അകത്ത് ഇത് ഇവിടെ കിടക്കണത് അതെ. ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരുമ്പോ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഒച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നൊക്കെയാണ് തല്ലാൻ. അതെ അതെ. ഇവിടെ കിടക്കണ പട്ടി, ഇവിടെ വന്ന് കിടക്കണ പട്ടിനെയാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങണ. ഇവിടെ ഒരു വീട്ടിലും പോകാത്ത പട്ടിയാണ്. വാക്കേർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ
ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്ന് അന്വേഷണ സംഘം. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. അതേസമയം അസ്വാഭാവികത ഇല്ല എന്ന് സൂചന നൽകുന്നതാണ് പ്രാഥമിക പരിശോധനകൾ. സംസ്കാരം നാളെ മഹാസമാധിയായി വിപുലമായ ആചാരപ്രകാരം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. എന്നാൽ ബന്ധുക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ദിവസങ്ങൾ നീണ്ടുനിന്ന ദുരൂഹതയ്ക്കൊടുവിലാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറെടുത്തത്. രാവിലെ 6 മണിക്ക് തന്നെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു വീടും പരിസരവും. ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ വീട്ടുകാർ മുഴക്കിയിരുന്നതിനാൽ ശക്തമായ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു വീട്ടുകാർ. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധവും ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. 7:30 കല്ലറ തുറന്നു. 7:45 മൃതദേഹം പുറത്തെടുത്തു. കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്ന മൃതദേഹത്തിൽ നെഞ്ചറ്റം വരെയും ഭസ്മവും പൂജാദ്രവ്യങ്ങളും പൂശിയിരുന്നു. കാവി പുതപ്പിച്ച കയ്യിൽ തോർത്തു ചുറ്റിയിരുന്നു. മൃതദേഹം വലിയ തോതിൽ അഴുകിയ നിലയിലല്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ സമയത്തൊന്നും തന്നെ കുടുംബാംഗങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ തന്നെ മൃതദേഹത്തിൽ മുറിവോ ക്ഷതവോ കണ്ടെത്തിയിരുന്നില്ല. ഒടുവിൽ മകൻ സനന്തനെയും പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. 3 ഫോറൻസിക് സർജൻ ഉൾപ്പെടെ 8 അംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത്. 3 രീതികളിലായിരുന്നു പ്രധാനമായും പരിശോധന. കല്ലറയിലെത്തുന്നതിന് ശേഷമാണോ മുൻപാണോ മരണം സംഭവിച്ചത് എന്നതും, മുറിവോ പരിക്കോ പറ്റിയിട്ടുണ്ടോ എന്നതും, വിഷാംശം ഉള്ളിൽ കലർന്നിട്ടുണ്ടോ എന്നതുമാണ് കണ്ടെത്തുന്നത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഒരാഴ്ച കഴിഞ്ഞേ അറിയാനാകൂ. അതിനുശേഷം മാത്രമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ. എന്നാൽ പ്രാഥമികമായ നിഗമനത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർ ഏറ്റുവാങ്ങി. പിതാവ് സമാധിയായതാണെന്നും അത് വിശ്വസിക്കാതെ കല്ലറ പൊളിച്ച നടപടിക്കെതിരെയും മകൻ ഉൾപ്പെടെ ബന്ധുക്കൾ രംഗത്ത് വന്നു. അതായത് ഈ മഹാസമാധിയായിരുന്ന എൻ്റെ അച്ഛനെ സമാധി പീഠത്തിൽ അങ്ങനെ സമാധി കുടികൊള്ളണ സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് അവർക്കെല്ലാവർക്കും നിയമപരമായി നടപടികൾ എടുക്കണം. മൃതദേഹം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വിപുലമായ ആചാരങ്ങളോടെ മഹാസമാധി നടത്തുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും സമാധി നടത്തുന്നത്. നാളെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ വളരെ വലിയ ഒരു ചടങ്ങോടുകൂടി ആചാര്യന്മാരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സഹായത്തോടു കൂടി നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശം അനുസരിച്ച് വ്യവസ്ഥാപിതമായിട്ട് തന്നെയായിരിക്കും. അതേസമയം അന്വേഷണം പൂർത്തിയാക്കാനുണ്ടെന്നും അന്തിമ പരിശോധനാ ഫലം വരാതെ മരണകാരണം കണ്ടെത്താനാകില്ല എന്നും അന്വേഷണ സംഘം അറിയിച്ചു. വീട്ടുകാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അത് സമാധി ആയതുകൊണ്ട് അത് പുറത്തെടുക്കണമെങ്കിൽ എക്സിമേഷൻ വേണം. ജില്ലാ ഭരണകൂടത്തിൻ്റെ സാന്നിധ്യത്തിൽ എക്സിമേഷൻ നടത്തി ബോഡി കണ്ടെത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. നാളെ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ സുരക്ഷയാണ് വീടിനും പരിസരത്തും ഒരുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ പ്രകോപന നീക്കവുമായി ഇസ്രായേൽ സേന. 24 മണിക്കൂറിനിടെ ഗാസ സിറ്റിയിൽ വ്യോമാക്രമണത്തിൽ 81 മരണം, 190-ലേറെ പേർക്ക് പരിക്കേറ്റു. ജനുവരി 19 ഞായറാഴ്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കെയാണ് ചർച്ചകൾക്ക് തിരിച്ചടി നൽകി ഇസ്രായേൽ സേനയുടെ നടപടി. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനുള്ള സമയം ഇസ്രായേൽ സേനയ്ക്ക് കൊന്നുതള്ളാനുള്ള സമയമല്ല എന്ന് മനുഷ്യാവകാശ സംഘടനകൾ അപലപിച്ചു. അതേസമയം വെടിനിർത്തൽ കരാറിനുള്ള വോട്ടിംഗ് ഇസ്രായേൽ ക്യാബിനറ്റ് വൈകിപ്പിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ഒരാഴ്ചയിലേറെ നീണ്ട ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. സൗദി ബാലൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ 18 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസിൽ ഫെബ്രുവരി 2 കോടതി വീണ്ടും വാദം കേൾക്കും. രാവിലെ 8 മണിക്കാണ് വാദം കേൾക്കുക. ഇത് സംബന്ധിച്ച സന്ദേശം റിയാദ് ക്രിമിനൽ കോടതിയിൽ നിന്ന് അഭിഭാഷകർക്ക് ലഭിച്ചു. വളർത്തുമൃഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയ അബുദാബി. നായ, പൂച്ച തുടങ്ങി വീടുകളിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്ക് ഫെബ്രുവരി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് അബുദാബി നഗരസഭ അറിയിച്ചു. അടുത്തുള്ള വെറ്ററിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. ഉടമയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ചിപ്പ് വളർത്തുമൃഗങ്ങൾക്ക് നൽകും. വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നത് തടയാനും അവയുടെ ക്ഷേമം ഉറപ്പുവരുത്താനുമാണ് നടപടി. മൃഗങ്ങൾക്ക് നൽകേണ്ട വാക്സിൻ വിവരങ്ങളും ചിപ്പിലുണ്ടാകും. നിലവിൽ രജിസ്ട്രേഷൻ നടപടികൾ സൗജന്യമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു.
ഗൂഗിളിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സേവനമായ ഗൂഗിൾ പേ സൗദിയിലും വരുന്നു. ഇതിനുള്ള കരാറിൽ സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ഒപ്പുവെച്ചു. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് രാജ്യത്ത് ഗൂഗിൾ പേ സേവനം ലഭ്യമാക്കുക. ഗൂഗിൾ പേ സേവനം ഈ വർഷം തന്നെ സൗദിയിൽ നിലവിൽ വരും. ഗൂഗിൾ പേ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സ്റ്റോറുകളിലും ആപ്പുകളിലും ഓൺലൈനിലും പേയ്മെന്റുകളും വാങ്ങലുകളും നടത്താൻ കഴിയും. ജുഡീഷ്യൽ ഇടപെടലില്ലാതെ തർക്കങ്ങളും സാമ്പത്തിക അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന അനുരഞ്ജനം നല്ലതാണ് എന്ന സംരംഭത്തിലൂടെ കഴിഞ്ഞ വർഷം 32 ദശലക്ഷം ദിർഹത്തിലധികം തിരിച്ചുപിടിച്ചതായി ഷാർജ പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു. സംഭാഷണത്തിന്റെയും പരസ്പര ധാരണയുടെയും അടിസ്ഥാനത്തിൽ 874 കേസുകൾ വിജയകരമായി പരിഹരിച്ചു. തർക്കങ്ങളിൽ ഉൾപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പുകളിലൂടെയാണ് ഇത് സാധ്യമായത്. ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ സഹകരണവും പരസ്പര ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുന്നതാണ് പദ്ധതി. കുവൈറ്റിൽ ബയോമെട്രിക് പരിശോധനാ കേന്ദ്രങ്ങളിലെ സായാഹ്ന ഷിഫ്റ്റ് ഈ മാസം 31 ശേഷം ഉണ്ടായിരിക്കില്ല എന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് വിഭാഗം. രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലെയും വിരലടയാള പരിശോധനാ കേന്ദ്രങ്ങളിൽ ഈ മാസം അവസാനം വരെ ആഴ്ചയിൽ 7 ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെ പരിശോധന തുടരും. എന്നാൽ ഫെബ്രുവരി 1 മുതൽ ഞായറാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമായിരിക്കും പ്രവർത്തനം. നിലവിൽ 1.5 ലക്ഷത്തോളം പ്രവാസികളാണ് ബയോമെട്രിക് നടപടി പൂർത്തിയാക്കാനുള്ളത്. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ജിദ്ദയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റിന്റെ ട്രോഫി ലോഞ്ചിംഗ് സെറമണി നടന്നു. അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു. മേളയുടെ മുഖ്യ സംഘാടകർക്കൊപ്പം സ്പോൺസർമാർ, ടീം മാനേജ്മെന്റ് എന്നിവർ പങ്കെടുത്തു. ജനുവരി 17 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ വിവിധ പരിപാടികളോടെ മേള ആരംഭിക്കും. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ആരോഗ്യം, മനസ്സ്, ശരീരം, സമൂഹം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സൈക്കോളജിസ്റ്റും ലൈഫ് കോച്ചുമായ സുഷ്മ ഷാൻ ക്ലാസ് എടുത്തു. ആത്മാഭിമാനവും ആത്മവിശ്വാസവും ആർജിച്ചെടുത്താൽ മാത്രമേ ജീവിതം കൂടുതൽ ആരോഗ്യകരമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് സുഷ്മ ഷാൻ പറഞ്ഞു. പരിപാടി ഡോക്ടർ തസ്ലിം ആരിഫ് ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർത്തകളിലേക്ക്. ISROയുടെ സ്പേഡെക്സ് ദൗത്യം വിജയം. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്ത് സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റിനെയും ചേസറിനെയുമാണ് കൂട്ടിച്ചേർത്തത്. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ISRO ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം പദ്ധതികൾക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് ഡോക്കിംഗ്. ചന്ദ്രയാൻ 4 ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്തയക്കുന്ന ഗഗൻയാൻ പദ്ധതികൾക്കും ഇത് മുതൽക്കൂട്ടാകും. ബഹിരാകാശത്തെ ഡോക്കിംഗ് സാധ്യമായതോടെ റഷ്യ, US, ചൈന എന്നിവയ്ക്ക് പിന്നാലെ ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ജനുവരി 7, 9 തീയതികളിലെ പരീക്ഷണം മാറ്റിവെച്ചിരുന്നു. 11ാം തീയതിയിലെ 3ാം പരിശ്രമത്തിൽ 500 മീറ്ററിൽ നിന്ന് 230 മീറ്ററിലേക്കും 105 മീറ്ററിലേക്കും 15 മീറ്ററിലേക്കും പിന്നീട് 3 മീറ്ററിലേക്കും ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു. വളരെ കരുതലോടെയാണ് ഓരോ ചുവടുവയ്പും ഇസ്രോ നടത്തിയത്. ദൂരം കുറച്ചു കൊണ്ടുവരുന്നത് പോലെ തിരികെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന പരീക്ഷണവും വിജയകരമായി നടത്താനായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2024 ഡിസംബർ 30 PSLV C-60 ലോഞ്ച് വെഹിക്കിളിൽ 2 ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ XDX-01, ടാർജറ്റ് XDX-02 എന്നിവയാണ് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. സ്പാഡെക്സ് വിജയത്തിൽ ISROയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് വിജയമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. അവിശ്വസനീയമായത് ISRO സാധ്യമാക്കിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ശ്രീഹരിക്കോട്ടയിൽ 3ാം വിക്ഷേപണത്തറയ്ക്ക് അനുമതി. 3984 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 4 വർഷത്തിനകം പുതിയ ലോഞ്ച് പാഡ് യാഥാർത്ഥ്യമാകും. പുതുതലമുറ റോക്കറ്റുകൾ ഇവിടെ നിന്നും വിക്ഷേപിക്കാനാകും. ഇസ്രോയുടെ വിക്ഷേപണശേഷി കൂട്ടാൻ പുതിയ ലോഞ്ച് പാഡ് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ വിക്ഷേപണത്തറയിലൂടെ വ്യവസായ പങ്കാളികളിൽ നിന്ന് പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാനാകും. ഭാവി മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ മികവ് വർദ്ധിപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ സാധ്യതകൾ ശക്തിപ്പെടുത്താനും സാധിക്കും. NGLV ലോഞ്ചുകളുടെയും നിലവിലെ വാഹനമായ LVM-3യുടെയും കോൺഫിഗറേഷൻ പിന്തുണയോടെയാണ് 3ാമത്തെ ലോഞ്ച് പാഡ് നിർമ്മിക്കുന്നത്. ഇതേ കോൺഫിഗറേഷനുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് പുതിയ ലോഞ്ച് പാഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. NGLVയിലും LVM-3യിലും സെമി ക്രയോജനിക് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്.
നിലവിൽ ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് പോർട്ടിൽ 2 ലോഞ്ച് പാഡുകളാണുള്ളത്. 30 വർഷം മുൻപാണ് ആദ്യത്തെ വിക്ഷേപണ പാഡ് സ്ഥാപിച്ചത്. PSLV, SSLV തുടങ്ങിയ ചെറുവാഹനങ്ങളുടെ വിക്ഷേപണത്തെ പിന്തുണയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോഞ്ച് പാഡാണിത്. 20 വർഷം മുമ്പാണ് രണ്ടാമത്തെ വിക്ഷേപണത്തറ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പാലക്കാട് കഞ്ചിക്കോട്ട് ബ്രൂവറി ഡിസ്റ്റിലറി സ്ഥാപിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ഡിസ്റ്റിലറി തുടങ്ങാൻ ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തെരഞ്ഞെടുത്തതിന് പിന്നിലുള്ള മാനദണ്ഡം വ്യക്തമാക്കണം. ടെൻഡർ ക്ഷണിച്ചിട്ടാണോ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത് എന്ന് സർക്കാർ ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിക്ക് അനുമതി നൽകിയതെന്ന് മന്ത്രി MB രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമാണ്. മഴവെള്ള സംഭരണത്തിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ല എന്ന് ഹൈക്കോടതി. സർക്കാർ ചെയ്യുന്നത് പുനരധിവാസമാണ്, നഷ്ടപരിഹാരം നൽകലല്ല. സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിലെ വീടുകൾ വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ വീട് നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്നും കോടതി വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ താമസിക്കാത്തവർക്ക് നിശ്ചിത തുക നൽകണമെന്ന ഹർജിയിലാണ് കോടതി പരാമർശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണം. സർക്കാർ ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനല്ല ശ്രമിക്കുന്നത്, വീട് പോലും നഷ്ടപ്പെട്ട ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. സർക്കാരിനോട് കൂടുതൽ തുക നഷ്ടപരിഹാരം ചോദിക്കുവാനുള്ള അവകാശം ദുരന്തബാധിതർക്കില്ല. സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിൽ പുനരധിവാസത്തിനു വേണ്ടി മാത്രമാണ് അർഹത. ഒട്ടേറെ പേരെ സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയുമായി ദുരന്തബാധിതർ സഹകരിക്കണമെന്നും കോടതി പറഞ്ഞു. സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെക്കുന്നവർക്ക് മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച് നൽകുവാൻ സർക്കാർ ധനസഹായം നൽകേണ്ട കാര്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 40 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 7 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഫയൽ ചെയ്തു. 3 കേസുകളിൽ കൂടി ഉടൻ FIR രജിസ്റ്റർ ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പീഡന വിവരം വെളിപ്പെടുത്തിയ സ്ത്രീകളുടെ മൊഴി പ്രകാരം ഇതുവരെ 40 FIR രജിസ്റ്റർ ചെയ്തുവെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. 35 കേസുകൾ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ പ്രകാരവും 5 കേസുകൾ തുടർന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴി പ്രകാരവും FIR രജിസ്റ്റർ ചെയ്തു. 7 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഫയൽ ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രഹസ്യമാക്കി വെക്കണമെന്ന കോടതി നിർദ്ദേശമുള്ളതിനാൽ ഇതുവരെ പ്രതികളുടെ പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. നിലവിലുള്ള മൊഴി അനുസരിച്ച് 3 കേസുകൾ കൂടി ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വാർത്ത നൽകുന്നതിന് മാധ്യമങ്ങളെ പോലും വിലക്കിയിട്ടുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും പ്രതികളും സമൂഹത്തിന് മുന്നിലേക്ക് എത്താനിരിക്കുന്നതേയുള്ളൂ. അമൃത ന്യൂസ്, കൊച്ചി. നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂറിന് VIP പരിഗണന ലഭിച്ചെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി DIG കാക്കനാട് ജില്ലാ ജയിലിൽ സന്ദർശനം നടത്തി. അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. റിമാൻഡിൽ കഴിയവെ ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന ലഭിച്ചെന്നും ഉന്നതർ ജയിലിലെത്തി ബോബിയെ സന്ദർശിച്ചെന്നുമാണ് പ്രധാന ആരോപണം. ഇത് സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്ത് ലഭിച്ചു. ജയിൽ നിയമങ്ങൾ ലംഘിച്ച് സന്ദർശക രജിസ്റ്ററിൽ പേരുവിവരങ്ങൾ ചേർക്കാതെയാണ് സന്ദർശനം നടന്നത്. ബോബിക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ 200 രൂപ സന്ദർശകർ നൽകിയെന്നും ആരോപണം ഉണ്ട്. മധ്യമേഖല DIG അജയ്കുമാറും മറ്റു 3 പേരുമാണ് ജയിലിലെത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ശക്തമായ ആരോപണം ഉയർന്നതോടെ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി DIG ജില്ലാ ജയിൽ സന്ദർശിച്ചു. ജയിൽ അധികൃതരോട് വിശദീകരണം തേടി. വിശദമായ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. VIP പരിഗണനയ്ക്ക് കൂട്ടുനിന്ന അധികൃതർക്കെതിരെയും നടപടിയുണ്ടായേക്കും. അതേസമയം കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ബോബിയുടെ പെരുമാറ്റമെന്ന് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞ ശേഷമാണ് ബോബി പുറത്തിറങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി.
മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ കോടിക്കണക്കിന് പേരാണ് പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് UP പോലീസ് സംരക്ഷണം ശക്തമാക്കുന്നത്. തിരക്കുള്ള എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും 24 മണിക്കൂർ നിരീക്ഷണത്തിന് ഡ്രോണുകളും ആന്റി ഡ്രോണുകളും വിന്യസിച്ചു. മേള നടക്കുന്ന മൈതാനങ്ങളിലുടനീളം വ്യോമ നിരീക്ഷണവും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകരെ എത്തിക്കാൻ 3000 സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെ 13,000 ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ നടത്തുന്നത്. മഹാകുംഭമേളയുടെ സുരക്ഷയ്ക്കും ട്രെയിൻ സർവീസുകൾക്കുമായി 5,000 കോടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ അനുവദിച്ചത്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജീവിതത്തിലെ മഹാഭാഗ്യവും അനുഗ്രഹവും എന്ന നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ. തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ മോദി യോഗി സർക്കാരുകൾ അഭിനന്ദനം അർഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ചില ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നതല്ല, അതങ്ങ് സംഭവിക്കുന്നതാണ്. അതിമനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരു റിലീജിയസ് ഫംഗ്ഷൻ പോലുമില്ല, ഇതൊരു ഹൈലി സ്പിരിച്വൽ സംഭവമാണ്. കൃത്യമായിട്ടൊരു അനുഭവം ഒരു മനുഷ്യന്റെ അകത്തുള്ളതാണ്. നമുക്ക് അങ്ങനെ അനുഭവം പങ്കിടാൻ പറ്റില്ല. പക്ഷെ അവിടെ കണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ, വലിയ പണക്കാർ, VIP എന്ന് പറയുന്നത് വിദേശികൾ, അവിടെ ഒന്നും വ്യത്യാസമില്ല. അവിടെ എല്ലാവരും സാധാരണ ആൾക്കാരായിട്ട് പങ്കെടുക്കുന്നു, പോകുന്നു. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പോകേണ്ടത്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളും പ്രിപ്പയർഡ് ആയിട്ട് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് പ്രതീക്ഷിച്ചു എല്ലാം നന്നാവുന്ന പ്രതീക്ഷിച്ച് വളരെ സാധാരണ മനുഷ്യനായിട്ട് നമ്മളങ്ങ് കൂടുക. ഇതിന്റെ കൂടെ അങ്ങ് നീങ്ങുക. ഒരു മണൽത്തരിയാണ്, കൂട്ടത്തിൽ ഒരു മണൽത്തരിയാണ് നമ്മൾ. അങ്ങനെ എഴുതി അങ്ങ് പോവുക. മുഖ്യമന്ത്രി പുകഴ്ത്തിയുള്ള വിവാദഗാനം ഒഴിവാക്കാതെ CPM അനുകൂല സംഘടനയുടെ പരിപാടി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകൾ ചേർന്ന് സ്തുതിഗാനം ആലപിച്ചത്. ചെമ്പടയ്ക്ക് കാവലാൾ എന്ന ഗാനം നേരത്തെ പുറത്തായതോടെയാണ് വലിയ ചർച്ചയായത്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. കേസിലെ പ്രതിയായ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഈ മാസം 14-ന് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ ക്രൈംബ്രാഞ്ച് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഷുഹൈബിന്റെ ഫോണും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതേസമയം മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്തതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അമൃത ന്യൂസ്, കോഴിക്കോട്. സിതാൻഷു കൊടകിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി BCCI നിയമിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിൽ സൗരാഷ്ട്രയുടെ ബാറ്ററായിരുന്നു സിതാൻഷു. 2023-ൽ അയർലൻഡിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഇന്ത്യ A ടീം പരിശീലകനാണ്. ഇന്ത്യൻ ടീമിന് ബാറ്റിംഗ് പരിശീലകനെ വേണമെന്ന ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ ആവശ്യപ്രകാരമാണ് BCCI സിതാൻഷു കൊടകിനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത്. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് YouTube ചാനലിൽ കാണാം. നമസ്കാരം.